ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അയലക്കറിയാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ അയല ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ. നമുക്ക് മീൻ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ അയലക്കറിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാട് വേണ്ട, നമുക്ക് പിന്നീട് എണ്ണ ചേർക്കാനുള്ളതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണമേ, ഒരു 2 വെളുത്തുള്ളി, ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുത്തോളുക. നമുക്കിവിടെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. കറിക്ക് ഒരൽപ്പം കൊഴുപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തോളുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഈ പൊടിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അന്നത്തേനും പൊടിയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറും. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അരയ്ക്കുന്ന സമയത്ത്, പിന്നെ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ. മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉലുവാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു 5 ചെറിയുള്ളി അരിഞ്ഞതും 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇത്രയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 കുടംപുളി നല്ലതുപോലെ കഴുകി വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മസാല റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോളുക. ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മസാല നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വെള്ളം ഒന്ന് തിളച്ച് വരണം. അതുവരെ അടച്ചു വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പം ആ പുളിയിൽ നിന്നും നല്ല പുളിയൊക്കെ ഇറങ്ങിക്കോളും. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറച്ച് മുമ്പിലോട്ട് നിന്നോട്ടെ, എന്നാൽ മാത്രമേ മീൻ കറി വെച്ച് കഴിയുമ്പം മീനിലും കൂടി ഉപ്പ് പിടിക്കത്തുള്ളൂ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുളിയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീനിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. മീനൊക്കെ നമ്മുടെ കറിയിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരുന്നോടം വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നോടം വരെ നമുക്കിനി അടച്ച് വെക്കണ്ട. ഇങ്ങനെ എടുത്തൊന്ന് ചട്ടി ഇതുപോലെ എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. തവി ഇട്ട് ഇളക്കണ്ട കേട്ടോ. എനിക്ക് ഇത്രയും ചാറ് വേണം കേട്ടോ മീൻ കറിക്ക്. ഇനി കുറച്ചും കൂടി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകിയൊക്കെ വരുവേ. അപ്പോൾ ഞാനിപ്പം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചാറും കൂടി പറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണയൊക്കെ ചേർത്ത കറി ആയതുകൊണ്ട് ലാസ്റ്റ് 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും അയലയൊക്കെ എപ്പോഴും കിട്ടുന്ന മീനാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്